പാഠം 516. പാമ്പുകൾക്ക് മാളമില്ല. ഹലോ, അതെ. സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെയോ? എവിടെ? ആരേത് പറഞ്ഞത്? അത് കൊള്ളാലോ. എന്തായാലും സഹദേവൻ പോയിട്ട് തിരിച്ചും വിളിക്കണേ. ശരി ശരി. താലൂക്ക് ഓഫീസിലെ സഹദേവനാ വിളിച്ചത്. സഹദേവന്റെ ഭാര്യയ്ക്ക് കുറച്ചാളായിട്ട് അസുഖമുണ്ടല്ലോ. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇപ്പോ ഒരു വൈദ്യനെ കാണിച്ചപ്പോ സർപ്പശാപമാണെന്ന് പറഞ്ഞു. സർപ്പശാപം മാറാനുള്ള ഏതോ ഒരു പൂജയ്ക്കായി തമിഴ്നാട്ടിൽ എവിടെയോ ഉള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് സഹദേവൻ. കഷ്ടം. അതെ, സഹദേവന്റെ ഭാര്യയുടെ കാര്യം വലിയ കഷ്ടമാണ്. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഈ 2014 ആണ്ടിൽ സർപ്പശാപത്തിന്റെ കഥ വിശ്വസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. മനസ്സിലായില്ല മോഹനേട്ടാ, പാമ്പും പട്ടിയും പോത്തും ആനയും സിംഹവും എല്ലാം മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളാണ്. അവയ്ക്കാരെ ശപിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. നീ പറഞ്ഞാ മതിയോ? സർപ്പശാപത്തെ പറ്റി എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. അതിലൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പാമ്പുകൾക്ക് അനാവശ്യമായി മനുഷ്യൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. പാമ്പ് ദൈവമാണെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ കരുതുന്നു. പാമ്പ് പിശാചാണെന്ന് പാശ്ചാത്യ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിലേതാ ശരി? ശരി, ഇത് രണ്ടുമല്ല. എല്ലാ ജീവികളെയും പോലെയാണ് പാമ്പും. അതിന് പ്രത്യേക ദൈവീയ ശക്തിയോ ദുഷ്ടശക്തിയോ ഒന്നുമില്ല. അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോ സ്വയരക്ഷാർത്ഥം അത് ചിലപ്പോ കടിച്ചെന്നിരിക്കും. അത്രയുള്ള കാര്യം. ഒരു സർപ്പശാപത്തിന്റെ കഥയായിട്ട് വന്നിരിക്കുന്നു. വലിയ വില്ലേജ് ഓഫീസറാണ്, പക്ഷെ പറയുന്ന മുഴുവൻ അന്ധവിശ്വാസവും. നമ്മുടെ നാട്ടിൽ സർപ്പാരാധന തുടങ്ങിയിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി. അതൊക്കെ തെറ്റാണ് എന്നാണോ നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യനുണ്ടായ കാലം മുതലേ പ്രകൃതിയിലെ ഓരോന്നിനും ഇങ്ങനെ ആരാധിച്ചു തുടങ്ങിയതാണ്. സർപ്പത്തെ മാത്രമല്ലല്ലോ, പശുവിനെ ആരാധിക്കുന്നില്ലേ? സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ജലത്തെയും ഒക്കെ ആരാധിക്കുന്നില്ലേ? ഇതൊക്കെ ഒരു വിശ്വാസം. അല്ലാതെ സർപ്പം കോപിച്ച പ്രശ്നമാണെന്നൊക്കെ പറയുന്നതേ ഇത്തിരി കഷ്ടമാണ്. പാമ്പ് പകയുള്ളൊരു ജീവിയാണ്. നമ്മൾ ഒരു പാമ്പിനെ ഉപദ്രവിച്ചാൽ അത് അവസരം കിട്ടാനായി കാത്തിരിക്കും, എന്നിട്ട് പ്രതികാരം ചെയ്യും. മോഹനേട്ടനേ ഏതായാലും നേഴ്സറി പിള്ളേരുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കും. എന്റെ മോഹനേട്ട, ഈ പാമ്പെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ഒരു ജീവിയല്ലേ? ആരെങ്കിലും കണ്ട് തിരിച്ചറിയാനോ എന്തെങ്കിലും ഓർത്തു വെക്കാനോ ഒന്നും അതിന് പറ്റില്ലല്ലോ. ചെവിയില്ല. സത്യത്തിൽ ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിമിതികളുള്ള ഒരു പാവം ജീവിയാണ് ഈ പാമ്പ്. അതിനാരോടും ദേഷ്യവുമില്ല, പകയുമില്ല. അങ്ങോട്ട് ഉപദ്രവിക്കാത്ത ആരെങ്കിലും ഏതേലും പാമ്പ് കടിച്ചായി മോഹനേട്ടൻ ഇതുവരെ കേട്ടിട്ടുണ്ടോ? മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. ഒരു ദിവസം കാട്ടിലൂടെ പോവുകയായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് കാട്ടിൽ തപസ് ചെയ്തിരുന്ന ഒരു മഹർഷിയെ കണ്ടു. മഹർഷിയെ കളിയാക്കാനായി പരീക്ഷിത്ത് രാജാവ് അവിടെ ചത്തുകിടന്നൊരു പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. കോപിഷ്ഠനായ മഹർഷി, നീ സർപ്പദംശനമേറ്റ് മരിക്കട്ടെ എന്ന് ശപിച്ചു. ഭയന്നുപോയ രാജാവ് പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെടാനായി സമുദ്രത്തിൽ ചില്ലുകൊണ്ടൊരു സ്തൂപമുണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു കൊട്ടാരം പണിത് താമസം ആരംഭിച്ചു. ചില്ല് സ്തൂപത്തിലൂടെ പാമ്പുകൾ കയറില്ലല്ലോ. പക്ഷേ തക്ഷകൻ എന്ന ഉഗ്രസർപ്പം ഒരു പുഴുവിന്റെ രൂപത്തിൽ ഒരു പഴത്തിനകത്ത് ഒളിച്ചിരുന്നു. രാജാവിന് കഴിക്കാനായി കൊടുത്ത പഴം രാജാവ് എടുത്തതും തക്ഷകൻ പുറത്തു വന്ന് പരീക്ഷിത്തിനെ കഴിച്ചു. പരീക്ഷിത്ത് മരിച്ചു. സർപ്പങ്ങൾക്ക് അത്രയ്ക്ക് കഴിവുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. മോഹനേട്ടാ, പുരാണങ്ങളും മറ്റു വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത് അക്ഷരം പ്രതി വിശ്വസിക്കാൻ നിൽക്കല്ലേ. കഥാരൂപത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഗണപതി എന്ന ആനയുടെ വാഹനം എലിയാണ്. ഇതെങ്ങനെ വിശ്വസിക്കും? ലങ്കാ യുദ്ധത്തിൽ ശ്രീരാമന് വേണ്ടി യുദ്ധം ചെയ്തത് കുരങ്ങന്മാരാണ്. ഇത് ആരാ വിശ്വസിക്കുക? ഇത്തരം ഗ്രന്ഥങ്ങളെ ആശയങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. അല്ലാതെ വാക്കുകൾ ഓരോന്നിങ്ങനെ എണ്ണിയെടുത്ത് അത് സത്യമാവണമെന്ന് വാശി പിടിക്കല്ലേ.
ദൈവം ആദിയിൽ ആദത്തെ ഹവ്വായി സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നതും ക്രിസ്ത്യാനികള് നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിക്കുന്നതും. ഇപ്പോ മാർപ്പാപ്പ തന്നെ പറയുന്നു അതങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ശൂന്യതയിൽ നിന്ന് ഓരോന്ന് സൃഷ്ടിച്ചെടുക്കുന്ന മാന്ത്രികനല്ല ദൈവം. പ്രപഞ്ചവും മനുഷ്യരും ഒക്കെ നൂറ്റാണ്ടുകളായുള്ള പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായതാണെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? പണ്ടുള്ളവർ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല മോനട്ടാ. പണ്ടുള്ളവർ അന്നത്തെ അവരുടെ അറിവ് വെച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല എന്നാണ്. നമ്മൾ കൂടുതൽ അന്വേഷിക്കുക അറിയുകയൊക്കെ ചെയ്യുമ്പോൾ പുതിയതായി കിട്ടുന്ന അറിവുകൾ വെച്ച് തെറ്റായ പഴയ അറിവുകളെ നമ്മൾ മാറ്റണം. ഭൂമി പരന്നതാണെന്ന് എത്രയോ 1000 വർഷം നമ്മൾ കരുതി. എന്നിട്ടോ സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നത് എന്ന് 400 കൊല്ലം മുന്നേ വരെ നമ്മൾ വിശ്വസിച്ചു. ചുറ്റുന്ന ഭൂമിയാണെന്ന് നമുക്കിപ്പോ അറിയാം. സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയാണെന്ന് നമ്മൾ കരുതി. അതല്ല, ഭൂമി സൂര്യനെ ചുറ്റുക എന്നതല്ലേ സത്യം. പാമ്പുകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഭയന്ന മനുഷ്യർ പാമ്പുകളെ കൂട്ടത്തോടെയോ കൊല്ലാതിരിക്കാനാണ് പണ്ടുള്ളവർ പാമ്പിന് ദൈവപരിവേഷം കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഈ ലോകത്തുള്ള ഒരു പാമ്പ് ഉത്തരവാദി അല്ല മോഹനേട്ടാ. ചുരുക്കി പറഞ്ഞാൽ നീ പറഞ്ഞു വരുന്നത് ഇതാണ്: നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടുകാർ പറഞ്ഞതും വിശ്വസിച്ചതൊക്കെ മണ്ടത്തരങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും എഴുതിയതല്ലാത്ത ഒന്നും വിശ്വസിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. എല്ലാ വിശ്വാസങ്ങളും ഇങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാനുള്ളതല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മോഹനയുടെ ഒരു ഡിഗ്രിക്കാരനല്ലേ, അതും കെമിസ്ട്രി ഡിഗ്രി എടുത്തയാള്. അങ്ങനെ ഒരാൾ ഈ ശാസ്ത്ര സത്യങ്ങളെ കണ്ടില്ല എന്നറിക്കുന്നേ കഷ്ടമാണ്. പാമ്പും കെമിസ്ട്രിയും തമ്മിൽ എന്ത് ബന്ധം? പാമ്പും ബയോളജിയും തമ്മിലാണെങ്കിൽ ബന്ധമുണ്ടെന്ന് പറയാം. പാമ്പിനെ വിട്. മോഹനേട്ടൻ പഠിച്ച കെമിസ്ട്രി അനുസരിച്ച് ഒരു മൂലകമാണ് സ്വർണം. ആ സ്വർണത്തിന് ദിവ്യശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടില്. മോഹനയുടെ കെമിസ്ട്രി പഠിച്ച കാലത്ത് എപ്പോഴെങ്കിലും സ്വർണത്തിന്റെ ദിവ്യശക്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വർണത്തിന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. ശരി, പാമ്പിന്റെ കാര്യമാണ്. മോഹനേട്ടാ, പാമ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ജീവികളുടെ കാര്യത്തിലും ഇത്തരം അന്ധവിശ്വാസങ്ങളുണ്ട്. കറുത്ത പൂച്ച വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ അപകടമുണ്ടാവും. പട്ടികൾക്ക് പ്രേതത്തെ കാണാനും തിരിച്ചറിയാനും പറ്റും. പച്ചില ചാടി ദേഹത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ സമ്പത്ത് വരും. കാക്ക കരഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുന്നുകാർ വരും. അങ്ങനെ ആരൊക്കെ എന്തെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഒരു രസത്തിന് ഇതൊക്കെ ഇങ്ങനെ പറയാന്നുള്ളതല്ലാതെ ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വേറൊന്നും വേണ്ട. ഞാൻ മോഹനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ചുവന്ന തുണി കണ്ടിട്ടുണ്ടെങ്കിൽ പശു വെകിളി പിടിച്ച് ചാടുമെന്നും ചുവന്ന ഉടുപ്പിട്ടവരെ ഉപദ്രവിക്കുന്നു പറയാറുണ്ട്. അത് ശരിയാണോ? അല്ല. അതെന്താ അല്ലാത്തത്? പശുവിന് നിറം തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് കാര്യം. പശുവിന്റെ കാഴ്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്നിട്ട് ചുവപ്പ് കണ്ടാൽ പശു ആളുകളെ ഉപദ്രവിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് മൃഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും. എന്നാലും നമ്മുടെ നാട്ടിൽ എത്രയോ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു. നല്ലതല്ലേ മോഹനേട്ടാ? മനുഷ്യൻ കൈവച്ച് നശിപ്പിക്കാത്ത കുറച്ച് സ്ഥലം, നിറയെ മരങ്ങളും ജീവജാലങ്ങളും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് നശിപ്പിച്ചിട്ടുള്ള പഴയ പ്രകൃതിയുടെ ഒരു സാമ്പിള്. അത് നല്ലതല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ മോഹനേട്ടൻ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയാം. പക്ഷേ മോഹനേട്ടൻ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കാണുള്ളൂ. അതാണ് കുഴപ്പം. നാട് വെറുപ്പിക്കുന്ന വില്ലേജ് ഓഫീസർ ഇങ്ങനൊരു അന്ധവിശ്വാസി ആവല്ലേ. സർപ്പകോപം ഉണ്ടായാൽ പ്രശ്നമാണ് കാഞ്ഞന സാറേ. നമ്മുടെ നാട്ടിൽ എവിടെ എപ്പോഴാ പാമ്പ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ശരിയാ പ്രഭേ, പാമ്പ് വലിയ വൈരാഗ്യമുള്ള ജീവിയാന്നാ പറയുന്നേ. അതൊരാളെ നോക്കി വെച്ച ഉറപ്പായും കടിച്ചിരിക്കും. നിങ്ങൾ ഈ പറയുന്ന പാമ്പിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരമില്ല. പക്ഷേ വൈകിട്ട് ഒരു 7 മണിയാവുമ്പോ കാർത്തിക ബാറിന്റെ മുമ്പിൽ ചെന്ന് നിന്ന ഒരു പ്രത്യേക ഇനം പാമ്പിനെ കാണാം. രൂപത്തിൽ മനുഷ്യരെ പോലെ തന്നെ, പക്ഷെ നടക്കാൻ പറ്റൂല, എഴഞ്ഞേ പോകൂ. ആ കൂട്ടത്തിൽ ശിശുപാലൻ ചേട്ടനും കാണുമല്ലോ. ഞാനോ? എന്റെ പ്രൊഫസറെ, ഞാൻ വൈകിട്ട് ബാറിൽ ചെന്ന ഡബഡബേന്ന് 2 എണ്ണം അടിക്കും. നേരെ വീട്ടിൽ പോവും അസ്ത്രം വിട്ടോല്.
അവിടെ വൈകുന്നേരം വരെ നിന്ന പ്രശ്നമാണെന്ന്. ചുറ്റിയ പാമ്പ് കടിച്ചിട്ടേ പോകുന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. അത് ഞാൻ ഈ പറയുന്ന നേരം പാമ്പിനെ കുറിച്ച് പറയുന്നതാ. ശിശുപാല, എന്താ രാവിലെ പാമ്പ് പുരാണം പറയാനാണോ ഓഫീസിലേക്ക് വരുന്നത്? അല്ല സാർ, കാഞ്ചന സാർ പറയായിരുന്നു പാമ്പുകൾ ഭയങ്കര വൈരാഗ്യമുള്ള ജീവികളാണ്. നമ്മൾ ഏതെങ്കിലും പാമ്പിനെ ഉപദ്രവിച്ചു വിട്ടാൽ ആ പാമ്പ് ഒളിച്ചിരുന്ന് നമ്മൾ ആ വഴി പോകുമ്പോ കടിക്കുമെന്ന്. ശുദ്ധ വിഡ്ഢിത്തം. കാഞ്ചനെ, ഈ പാമ്പ് എന്ന് പറയുന്ന ജീവിക്ക് തീരെ ചെറിയൊരു തലച്ചോറാണുള്ളത്. അത്രയും ചെറിയ തലച്ചോറുള്ളൊരു ജീവി എങ്ങനെയാണ് തന്നെ ഉപദ്രവിച്ചവരെ തിരിച്ചറിയുന്നത്? ഒരിക്കലുമില്ല. പാമ്പുകളെ ഈശ്വരതുല്യം കണ്ടിരുന്ന ഒരു കാലത്ത് ആരും പാമ്പുകളെ ഉപദ്രവിക്കാതിരിക്കാനാണ് ആളുകൾ ഇത്തരം കഥകൾ ഉണ്ടാക്കിയത്. ഇപ്പോഴും നമ്മൾ അതൊക്കെ വിശ്വസിച്ച് നടക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ പാമ്പുകൾ പ്രതികാരം ചെയ്യില്ലെന്നാണോ സാറ് പറയുന്നത്? ഒരിക്കലുമില്ല. പാമ്പ് ഒരു പകയുമില്ലാത്ത അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു പാവം ജീവിയാണ്. നമ്മൾ അവയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോ സ്വന്തം പ്രാണൻ രക്ഷിക്കാനായാണ് അവ കടിക്കുന്നത്. വെറുതെ ഒരാളെ ഒരു പാമ്പ് ചെന്ന് കടിച്ചായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പാമ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക്. വില്ലേജ് ഓഫീസും പാമ്പ് തമ്മിൽ ഒരു ബന്ധവുമില്ല. ശിശുപാല, പ്രസാദിന്റെ കടയിൽ ഞാൻ കുറച്ച് ഫോട്ടോ സെറ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. പോയി അത് വാങ്ങിക്കൊണ്ട് വരണം. പൈസ ഞാൻ കൊടുത്തോളാം. ശരി സാർ. കാഞ്ചന സാറിന് ചായ വേണം? എനിക്ക് വേണ്ട. ഓ, പ്രൊഫസറിന് ഇപ്പൊ വേണ്ട ശിശുപാലൻ ചേട്ടാ, കുറച്ച് നല്ല കടുപ്പത്തിലായാലും. കുറച്ച് കഴിയട്ടെ. എന്താ ശിവദാസ, എന്താ പ്രശ്നം? ഒരു ഭയങ്കര പാമ്പ്, ഇത്രയും നീളമുണ്ട്. എവിടെ? ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചോണ്ട് വരുമായിരുന്നു. ഇവിടെ വന്നപ്പോ കാണാനില്ല. വില്ലേജ് ഓഫീസിലോട്ട് കയറിയിട്ടുണ്ടോന്നാ തോന്നുന്നത്. തോന്നലൊന്നുമല്ല, വില്ലേജ് ഓഫീസിലോട്ട് കയറിയിട്ടുണ്ടോന്നുള്ള ഉറപ്പാ. അയ്യോ ഈശ്വര! കാഞ്ചന സാറേ, ഓടിക്കോ! ശിശുപാലൻ ചേട്ടാ, വില്ലേജ് ഓഫീസിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ടെന്നാ. ശിശുപാലൻ ചേട്ടാ കണ്ടോ? ഇനി കണ്ടതും കേട്ടോണ്ട് പറഞ്ഞുകൊണ്ട് എന്താ പാമ്പ് പിടിച്ച ചാവുകയുള്ളൂ. ഒന്നെങ്കിൽ പാമ്പിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇറങ്ങി പുറത്ത് നിൽക്കുക. എന്താ എന്താ ഇവിടെ? ശിശുപാല, എന്താ ചന്തയോ? കണ്ടില്ലല്ലോ. ഇതൊരു സർക്കാർ ഓഫീസാണ്. അത് എനിക്കറിയാം, പക്ഷെ ഇതിനകത്ത് കയറി പാമ്പിനെ അറിയില്ലല്ലോ. ഇത്ര നീളമുള്ള പാമ്പ നേരെ ഓഫീസിലേക്കാ കയറിയിരിക്കുന്നത്. സാറേ, ഏതോ ഫൈൻ എന്താ ഞാൻ മരിക്കാൻ പോണേ. സാറേ, ഇത് ശരിക്കും ഞാൻ മരിക്കാൻ പോവാ. രാവിലെ പാമ സർപ്പത്തിനെ കളിയാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് കയ്യാൻ കളിയാണെന്ന്. അപ്പൊ അവള് ശാസ്ത്രം പറഞ്ഞ്
അവള് പറഞ്ഞത് കരുത്ത് സർപ്രൈസ് എന്നെ ശിക്ഷിച്ചത്. ഞാൻ പോയിട്ട് വരാം സാർ. ആശുപത്രി കൊണ്ടിട്ടൊന്നും കാര്യമില്ല. സർപ്പശാപ ഞാൻ രക്ഷപ്പെടില്ല. സാർ അങ്ങനെ പറയരുത് സാർ. ജ്വാല, സ്വയംപ്രഭേ, കാഞ്ചനെ, ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സാർ. അയ്യോ സാർ ശിശുപാല, സാർ എന്റെ മാമയോട് പറയണം. ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കുമായിരുന്നെങ്കിലും എനിക്ക് എന്റെ മാമയെ ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ ഈശ്വര, ഞാൻ ഇല്ലാതെ വരുമ്പോ എന്റെ മാമ എന്ത് ചെയ്യും? അതെ സാർ, പോവാം സാർ. ഞാൻ മരിച്ചു കഴിഞ്ഞ പുതിയ വില്ലേജ് ഓഫീസർ വരും. അപ്പോഴും നിങ്ങൾ എന്നോട് പെരുമാറിയ പോലെ സ്നേഹത്തോടെ പെരുമാറണം. ഒരിക്കലും കൈക്കൂലി വാങ്ങരുത്. സത്യത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യരുത്. സാറേ, ആ പാമ്പിനെ കണ്ടുപിടിച്ചു. ആ താഴത്തെ ശേഖരന്റെ പറമ്പിലേക്കാ പോയത്. അതിനെ അവിടെ വെച്ച് തല്ലിക്കൊന്നു. ഇങ്ങോട്ട് പാമ്പ് കയറിയെന്ന് തോന്നിയതാ. വരട്ടെ സാറേ. ഇടോ. അപ്പം മോഹനേട്ട സാറിന്റെ കാലെങ്ങനെയാ മുറിഞ്ഞത്? എന്റെ സാറേ, പാമ്പിനെ പേടിച്ച് തെക്ക് വടക്ക് ഓടിയപ്പോ എവിടെയോ തട്ടി മുറിഞ്ഞതാ. വെറുതെ പേടിപ്പിച്ചു. സാർ ടെൻഷൻ ഒന്നും വേണ്ട, തട്ടി മുറിഞ്ഞതാ സാർ. മെനക്കെടുത്താനായിട്ട്. അതെ സാർ, സത്യം സാർ. ഒന്നുമില്ല. ഇവിടെ നടന്നെന്ന് ഒറ്റ ആളോടും പറയരുത്. പറഞ്ഞ പിന്നെ ഒരു മുണ്ടൂടെ വാങ്ങേണ്ടി വരും. എന്തിനാ സാർ? പൊതച്ചോണ്ട് നടക്കാൻ. ഹലോ, അതെ. ആ, ഗംഗാധര സാറോ? എന്താ സാറേ വിശേഷം? ഇല്ലില്ല, മോഹനേട്ടൻ എത്തിയിട്ടില്ല. ആ, വരേണ്ട സമയം ആകുന്നു. ആ, സാധാരണഗതിയിൽ 5:15 കഴിയുമ്പോൾ വരുന്നതാണ്. ആ, പറയാം സാർ, വന്നാലുടനെ വിളിക്കാൻ പറയാം. ശരി സാർ. 5:15 ആയല്ലോ. ഇല്ല, ഓഫീസർ എന്താ താമസിക്കുന്നത്? മോഹനേട്ടൻ ഗംഗാധര സാർ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. മോഹനേട്ടൻ വരുമ്പോ തിരിച്ചു വിളിച്ചോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യമെല്ലാം പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. മോഹനേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്. ഗംഗാധര സാറിന്റെ സ്വരം കേട്ടിട്ട് എന്തോ അത്യാവശ്യമുള്ളതുപോലെ തോന്നിയത്. സാധാരണ ഗംഗാധര സാറ് അങ്ങനെയൊന്നും പറയാത്തതല്ലേ. ഇനിയിപ്പോ വല്ല പാമ്പ് പിടിക്കാനോ മറ്റോ ആണോ എന്തോ. അല്ല, പണ്ടൊക്കെ നമ്മുടെ നാട്ടില് നല്ല പാമ്പ് കൊടുത്തുകാരുണ്ടായിരുന്നല്ലോ. ഇപ്പൊ വില്ലേജ് ഓഫീസർമാരല്ലേ പാമ്പ് പിടിക്കാൻ നടക്കുന്നേ. ഒന്നാലോചിച്ച പാമ്പിനെ കുറ്റം പറയാൻ പറ്റില്ല. വല്ല കൈവശാവായ സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ വേണമെങ്കിൽ പാമ്പ് പിന്നെ എവിടെ പോവും? വില്ലേജ് ഓഫീസ് തന്നെ പോണ്ടേ? ഏതൊക്കെ? അയ്യോ, ശിശുപാലനോട് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത്? അപ്പൊ വില്ലേജ് ഓഫീസിൽ പാമ്പ് കേറിയല്ലേ? പാമ്പ് കേറിയില്ല, പക്ഷെ കേറിയ പോലെ തോന്നി. എന്റെ ഈശ്വരാ, പാമ്പ് കയറിയതുപോലെ തോന്നിയതിന് ഇതാണ് പുകിലെങ്കില് ശരിക്കും പാമ്പ് കയറില്ല എന്തായിരിക്കും അവസ്ഥ? പാമ്പ് ശരിക്കും കയറുന്നില്ല വിചാരിച്ചത്. മോഹനേട്ടൻ രാവിലെ എന്നോടൊരു കഥ പറഞ്ഞില്ലേ, പരീക്ഷത്തിനെ കടിച്ച തക്ഷകന്റെ കഥ. അതുപോലത്തെ ഒരു കഥയാണ് നളനെ കടിച്ച കാർക്കോടകന്റെ കഥ. നളൻ മഹാരാജാവ് രാജ്യം നഷ്ടപ്പെട്ട് ദമയന്തിയെയും പിരിഞ്ഞ് കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട കാർക്കോടകൻ എന്ന ഉഗ്രസർപ്പത്തെ കണ്ടു. ദയ തോന്നിയ നളൻ കാർക്കോടകനെ രക്ഷിച്ചു. പക്ഷെ രക്ഷപ്പെട്ട കാർക്കോടകൻ ചെയ്തതെന്താ?
നളനെ കടിച്ചു. പാമ്പിന്റെ നന്ദികേടിനെ കുറിച്ച് നളൻ ആലോചിച്ചപ്പോ കാർക്കോടകൻ പറഞ്ഞു, രാജാവേ, ഞാൻ ഈ ചെയ്തത് അങ്ങയ്ക്ക് നല്ലതേ വരുത്തൂ. എന്റെ വിഷം ഉള്ളിൽ ചെല്ലുമ്പോൾ അങ്ങയുടെ രൂപം മാറും. അതോടെ ശത്രുക്കളെ തിരിച്ചറിയാതെ അങ്ങയ്ക്ക് ജീവിക്കാനാവും എന്ന്. ചുരുക്കി പറഞ്ഞാൽ കാർക്കോടകൻ കടിച്ചത് നളന് ഉപകാരപ്പെട്ടതുപോലെ ഇന്ന് ആ സാങ്കല്പിക പാമ്പ് മോഹനേട്ടനെ കടിച്ചത് എനിക്കും ഉപകാരപ്പെട്ടു. എന്തുപകാരം? മോഹനേട്ടൻ പ്രാണഭയത്തിൽ പറഞ്ഞതെന്താ? സത്യഭാമയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് അവളോട് പറയണമെന്ന് അല്ലേ? എന്റെ മോഹനേട്ടനുള്ളിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഒരു പാമ്പ് കടിക്കേണ്ടി വന്നു. നിന്നോട് പറഞ്ഞാരാ? ശിശുപാലൻ ചേട്ടനല്ല, സൈബ്രഭയാവാം, കാഞ്ചനയാവാം, ഇനിയിപ്പോ സാക്ഷാൽ ഈശ്വരനാവാം. അത് ഞാൻ പറയൂല. പറഞ്ഞ വിലാപശ്രം എന്താ ചെയ്യുമോന്ന് എനിക്കറിയാലോ. ഇങ്ങനൊരു പാവത്താൻ മോഹനേട്ടനാണ് നാട്ടുകാരെ വിരട്ടുന്നതും എന്നെ പേടിപ്പിക്കുന്നതും. ഒരു സാങ്കല്പിക പാമ്പുണ്ടാക്കിയ സാങ്കല്പിക കഥയായി ഇതിനെ ചിരിച്ചു കളയരുത്. മരണത്തെ മുന്നിൽ കാണുമ്പോൾ മനസ്സിലുള്ളത് പുറത്തു വരുമെന്ന സത്യമാണ് ഇവിടെ തെളിഞ്ഞത്. അതിനവസരമുണ്ടാക്കിയ തക്ഷകന്റെയും കാർക്കോടകന്റെയും പിന്മുറക്കാരനായ പാമ്പിന് അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.